എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതിനെ ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവവചനത്തിൽ 2 പദങ്ങൾ നിങ്ങൾക്കറിയാം, ലോഗോസ് ആൻഡ് റേമ. റേമ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടിയാണ്. റേമ തയോസ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ലോഗോസ് തയോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്. ഇത് രണ്ട് അനുഭവങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ റിജോയ്സ് മിനിസ്ട്രിയിൽ ഇത് രണ്ടും ഇന്ന് കേൾക്കാൻ ദൈവം കൃപ തരട്ടെയെന്ന് ഞാൻ വാസ്തവമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് സങ്കീർത്തനം 21 നിന്ന് ഇന്ന് ദൈവം തരുന്ന ആലോചന കേൾക്കാൻ വായിക്കാം. അതിൻ്റെ 6-ാമത്തെ വാക്യം, Psalms 21 verse 6. ആരെങ്കിലും ഒരാൾ ഉറക്കെ വായിക്കാമോ? നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. ആമേൻ. റിജോയ്സ് എന്ന വാക്ക് പഴയ നിയമത്തിൽ 2 എബ്രായ പദങ്ങളാണ് കാണുക പ്രധാനമായത്. പുതിയ നിയമത്തിൽ ഒരു വലിയ ഗ്രീക്ക് പദമുണ്ട്. കദ്ദ എന്നാണ് ഒരു പദം. അത് 3 ഇടത്താണ് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത പദം സാമക് എന്ന പദമാണ്. അത് 1158 ഇടങ്ങളിൽ പഴയ നിയമത്തിൽ കാണാം. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഖെയ്റോ എന്ന പദമാണ്. 74 ഇടങ്ങളിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. റിജോയ്സ് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ ശുശ്രൂഷയിലെ സന്തോഷമാണ്. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചൊരു പദമാണത്, റിജോയ്സ്. ഈ വാക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ആഴം ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? വേദപുസ്തകത്തിൽ അതിൻ്റെ ആഴം എവിടെ വരെയുണ്ട് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് ബൈബിൾ തന്നെ എടുക്കാം. ഞാൻ ഈ വാക്യം തന്നെ വീണ്ടും വായിപ്പിച്ചിട്ട് എന്നെ ഏൽപ്പിച്ച ചില ദൂതുകൾ പറഞ്ഞ് വിശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് വിരമിക്കുകയും ചെയ്യാം. വായിച്ചാട്ട് 21-ാം സങ്കീർത്തനം 6-ാം വാക്യം. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. എന്നേക്കും അനുഗ്രഹ സമൃദ്ധി. ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, എന്നേക്കും അനുഗ്രഹ സമൃദ്ധി. അങ്ങനെ ഒരു അനുഗ്രഹ സമൃദ്ധി പുതിയമത്തിലുണ്ടോ? എഫേസ്യ ലേഖനത്തിൽ സകല അനുഗ്രഹങ്ങളും നമുക്ക് തന്നിരിക്കുക. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും നമുക്ക് തന്നിരിക്കുക. ഇനി ആ വാക്യം വായിക്കാൻ പറയുകയാണ്, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ അനുഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം പ്രാപിക്കാൻ താല്പര്യമുള്ളവർ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഉള്ള സന്തോഷം ഞങ്ങളെ വളരെയേറെ ഭരിക്കാനിടയാക്കണം. അതൊരു ആധിപത്യമായി മാറാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം എന്നെ ഭരിക്കുവാൻ, എന്നെ ആധിപത്യം നടത്തുവാൻ ഇടയായാൽ മറ്റ് പല കാര്യങ്ങളും മനസ്സിൽ ആധിപത്യം നടത്തി നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ എഴുതി വയ്ക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം എൻ്റെ അകത്ത് ആധിപത്യം നടത്താൻ ദൈവം അനുവദിക്കണം. ആമേൻ. അതിന് ഹൃദയം വിട്ടുകൊടുക്കുന്ന ഒരു വലിയ രംഗം ഇന്നുണ്ടായാൽ നമ്മുടെ ചരിത്രം വഴിമാറുമെന്നുള്ളതാണ് സത്യം. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം എന്നെ ഭരിക്കണം. 119-ാം സങ്കീർത്തനത്തിലുണ്ട്, നീതി എന്നെ ഭരിക്കണം, നീതി എന്നെ വാഴണം. നമ്മെ വാഴേണ്ടതായ കാര്യങ്ങൾ ബൈബിളിൽ പലത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് നീതി, അതിലൊന്നാണ് സന്തോഷം. അത് സന്നിധിയിലെ സന്തോഷം കൂടി ആയാൽ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? ഞാൻ റിജോയ്സ് എന്ന വാക്കിനോട് ബന്ധപ്പെട്ട് എന്നെ ഏൽപ്പിച്ച കുറച്ച് ദൂതുകൾ ഉണ്ട്.
ആ ദൂതുകൾ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്ന പ്രിൻസിപ്പിളാണ് ബൈബിളിൽ കർത്താവ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ഫ്രം നോൺ ടു ലീഡ് അൺനോൺ. കടുകുമണി നമുക്കറിയാം, അത് വൃക്ഷമാകുന്നത് നമുക്കറിയില്ല. അങ്ങനെ അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് നയിക്കുന്ന വലിയൊരു ഗ്രന്ഥമാണ് ബൈബിൾ എന്ന കാര്യം മറക്കരുതാരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകാം. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്നിച്ച് ചില വാക്യങ്ങൾ വായിക്കാം. മത്തായി 2:10 യോഹന്നാൻ 20:20 വായിക്കണം. 2:10 ആദ്യം വായിച്ചിട്ട് 20:20 കൂടെ വായിക്കണം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഗ്രഹം, നക്ഷത്രം എന്നൊക്കെ പറയുന്ന വാക്ക് ബൈബിളിലെ സാധാരണ പദങ്ങളാണ്. അത് കണ്ടതുകൊണ്ട് സന്തോഷിച്ചു. നിങ്ങൾക്ക് ആകാശ സൈന്യം എന്നൊരു വാക്കറിയാം. ആകാശ സൈന്യം എന്നത് 4 ഗ്രൂപ്പാണ് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ വേറെ. അതിൽ അവയെ ആരാധിക്കുന്ന പാർട്ടികളുണ്ട്. ജാതീയ ഗണം ആകാശ സൈന്യമായ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും ആരാധിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു നക്ഷത്രം ഒഴുകി നടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ വിദ്വാൻമാരാണ് നക്ഷത്രം കണ്ടത്. ആ നക്ഷത്രത്തിന്റെ പിന്നാലെ അവർ വരികയാണ്. അത് യേശുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ടാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നു, എല്ലാവർക്കും അറിയാവുന്ന ഒരു പദം. എന്നാൽ 20:20 വായിക്കുമ്പോൾ മറ്റൊരു കാര്യമാണ്. വായിക്കാം. യോഹന്നാൻ 20:20 ഒന്ന് വായിച്ചാട്ടെ. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഒരു സ്തോത്രം പറയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? വിദ്വാൻമാർ നക്ഷത്രം കണ്ട് സന്തോഷിക്കുന്നു. ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട് സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ഒഴുകി നടക്കുന്ന നക്ഷത്രം കണ്ടാണ് വിദ്വാൻമാർ സന്തോഷിക്കുന്നത്. ഇവിടെ നക്ഷത്ര വ്യൂഹങ്ങളെ കുറിച്ചുള്ള പഠനമൊക്കെ എന്നെക്കാൾ അധികം നിങ്ങൾക്കറിയാം. 3 ഭാഗമായിട്ടാണ് ലോകം അതിനെ പഠിപ്പിക്കുന്നത്. അത് ഞാനിപ്പോൾ തൊടുന്നില്ല. നമുക്ക് നന്നായിട്ട് അറിയാം 1 ട്രില്യൺ ഗാലക്സീസ് ആണ് ഇന്ന് ഈ പ്രപഞ്ചത്തിന്റെ 5% എന്ന കാര്യം നമുക്കറിയാം. ബാക്കി 25% വേറെ, 70% വേറെ. ഇത് നാസയുടെ കണക്കാണ്. അതിലെ ഒരു എണ്ണം ഒഴുകുന്നത് കാണുമ്പോൾ, നടക്കുന്നത് കാണുമ്പോൾ, യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട്. കാരണം അവർക്ക് ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞ, അവരെ നടത്താൻ കഴിഞ്ഞ, ലീഡ് ചെയ്യുന്ന നക്ഷത്രമായതുകൊണ്ടാണ് അവർ സന്തോഷിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേറ്റിന്റെ കർത്താവിന്റെ കൈ കാണുമ്പോഴാണ് സന്തോഷം. ഉയർത്തെഴുന്നേറ്റവനെ കാണുമ്പോൾ ആനന്ദമുള്ളവർ എത്ര പേരുണ്ട്? ഒരു ചോദ്യം ഇവിടെ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. എല്ലാ ദിവസവും ഉയർത്തെഴുന്നേറ്റവനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. നിങ്ങൾക്ക് TG ഉമ്മച്ചൻ എന്നൊരു അപ്പച്ചനെ അറിയാമോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? TG ഉമ്മച്ചൻ എന്ന് പറഞ്ഞൊരു അപ്പച്ചനെ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തോട് ഒരുമിച്ച് വിശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെറിയ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിന് വിളമ്പി കൊടുത്തത് 12 കുറ്റി പുട്ട്, 12 നേന്ത്രപ്പഴം, 10 താറാമുട്ട, അങ്ങനെ 2 ലിറ്റർ പാല്, ഇതൊക്കെയാണ്. അങ്ങനെ ഒരു 12 ഐറ്റമാണ് രാവിലെ ഞാൻ വിളമ്പി കൊടുത്തത് മീറ്റിങ്ങിന് വന്നപ്പോൾ. അധികം ഭക്ഷണം കഴിക്കില്ല, ഇത്രയൊക്കെ കഴിക്കുള്ളൂ രാവിലെ. എല്ലാവർക്കും ഇത് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ അപ്പച്ചനോട് ചോദ്യം ചോദിച്ചു, അപ്പച്ച, അമിത ഭക്ഷണം പാപമാണെന്നല്ലേ ബൈബിളില്? അത് വളരെ കറക്റ്റ് മോനെ. പക്ഷെ ഈ വണ്ടിക്ക് ഈ ഭക്ഷണം അമിതമല്ല. എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഈ വണ്ടിക്ക് ഈ ഭക്ഷണം അമിതമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ആനന്ദം അമിതമല്ല. കാരണം ഇനിയും ഇതിനേക്കാളും വലിയ ആനന്ദം ദൈവസന്നിധിയിൽ അനുഭവിക്കാനിരിക്കുകയാണ്. അപ്പൊ മതി വന്നു എന്നാരും പറയാതെ ഇനിയും ആനന്ദിക്കാൻ ദൈവം കൃപ തരണമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ
ഏറെ ആനന്ദിക്കാൻ ഓരോ ദിവസം വരുമ്പോഴും ഞങ്ങൾക്ക് അനുവാദം തരണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് താല്പര്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം നമുക്ക്. അങ്ങയുടെ സന്നിധിയിലെ ആനന്ദം. ഞാൻ ഒരു കൊച്ചു ഉദാഹരണം ചോദിച്ചോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കൃത്യമായൊരു കുറിപ്പ് നമുക്ക് കാണാം, അല്ലേ? അവിടെ 17 പേരാണ് ആ വീട്ടിൽ കൂടിയിട്ടുള്ളത്. ആ 17 പേരുടെ മുമ്പിൽ യേശു ഉണ്ട്. 17 പേരുടെ മുമ്പിൽ ഒരു കൊച്ചു മീറ്റിംഗ് ആണ്. വെറും 17 പേരേ ഉള്ളൂ. പക്ഷെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. അതിൽ ഏറ്റവും സന്തോഷിച്ച ഒരു സഹോദരിയുണ്ട്. സഹോദരിയുടെ പേര് മറിയ എന്നാണ്. അവള് വെങ്കൽ ഭരണി തൈലം കൊണ്ടുവന്നതിനാൽ കർത്താവ് അവളെ പ്രശംസിച്ചു. അതൊരു വലിയ സന്തോഷമായി മാറി. തിരിച്ച് നമുക്ക് നമ്മോട് ചോദിക്കാം, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു പ്രശംസ കിട്ടി സന്തോഷിക്കുന്ന, സാന്നിധ്യ സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പ്രശംസ കിട്ടി സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പൊ ദൈവം എന്നെ പ്രശംസിക്കുമെന്ന് ദൈവസന്നിധിയിൽ ഇന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇപ്പൊ ഒരു പേര് ഞാൻ കാണുന്നുണ്ട്, പ്രകാശ് മിനി എന്നാണ് ആ പേര് കാണുന്നത്, അല്ലേ? 71 വയസ്സിന് മീതെയാണെങ്കിൽ ഒന്ന് കരം ഉയർത്തിക്കോളും. അപ്പോൾ എൻ്റെ അനുജനാണ് അദ്ദേഹം. നിങ്ങൾ എൻ്റെ കൂടെ വരണേ. പ്രകാശ് എന്ന വാക്ക് തന്നെ വലിയൊരു വാക്കാണ്, അല്ലേ? വളരെ വലുപ്പമുള്ളൊരു പദമാണ് ലോകത്തിലും ബൈബിളിലും. ആ പ്രകാശം എന്ന വാക്ക് ശരിക്ക് അനുഭവമാക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ കിട്ടിയപ്പോൾ രക്ഷിക്കപ്പെട്ട അന്നു മുതൽ ഇതുവരെ സഹായിച്ചു ദൈവം. ആമേൻ. ആ പ്രകാശമായി വിധമല്ലേ പറയാൻ വന്നതിൽ ഒരു ഉദാഹരണം പറയാൻ പോവാ. അങ്ങനെ ഡെയിലി പ്രകാശം കൂടിക്കൂടി വരുന്ന ഒരു ബൾബായി തീർന്നാൽ എന്തായിരിക്കും സ്ഥിതി? സാധാരണ അങ്ങനെ ഉണ്ടാകില്ലല്ലോ. 100 വാട്ട് കൂടുതൽ വരില്ല, അല്ലേ? 150 വാട്ട് അല്ലെങ്കിൽ 1000 വാട്ട്. ആ 1000 വാട്ടിൽ കൂടുതൽ വരുന്നില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ കൂടുതൽ കൂടുതൽ സന്തോഷവും കൂടുതൽ പ്രകാശവും വരും. അതിൻ്റെ ഒരു കാര്യം ചെയ്യണം. നമ്മള് സന്തോഷിക്കാൻ തക്കവണ്ണ പരിപാടി കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ആമേൻ. അതിനൊരു ഉത്തരം പറയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ വിതിൻ 1 വീക്ക് എൻ്റെ പ്രകാശം വർദ്ധിക്കുവാൻ, എൻ്റെ സന്തോഷം വർദ്ധിക്കുവാൻ, ഞാൻ ദൈവസന്നിധി ചെല്ലുമ്പോൾ എൻ്റെ മുഖം കുറെക്കൂടെ ആനന്ദിക്കാൻ അവസരം ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ വലിയൊരു ധൈര്യം വരണം. അങ്ങനെയുള്ളവരെല്ലാം കൈയൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ആമേൻ, ആമേൻ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ശ്രദ്ധിച്ചാട്ടെ. ഇപ്പൊ രാജൻ എന്ന ബ്രദർ, ദീന എന്ന സിസ്റ്റർ, അവർ രണ്ടുപേരും അവിടെയുണ്ട്. അവരോട് പ്രകാശ് എന്ന് പറയുന്ന ദൈവദാസൻ സുവിശേഷം പറഞ്ഞു വിചാരിക്കുക. അവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് കരുതുക. തൽക്കാലത്തേക്ക് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അവർ രക്ഷിക്കപ്പെടാത്തവരായിട്ട് ഇരിക്കട്ടെ. ആ വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞ് ഇവിടെ വരികയാണ്, റിജോയ്സ് മിനിസ്ട്രിയിൽ വരികയാണ്. ഇന്ന് സാക്ഷ്യം പറയുകയാണ്, എനിക്ക് രാജനെയും ബീനെയും കാണാൻ പറ്റി, എനിക്ക് അവരോട് 2 പ്രാക്ക് സുവിശേഷം പറയാൻ പറ്റി. ഇത് ദൈവസന്നിധിയിലെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. അഥവാ സ്പിരിച്വൽ ബേർഡൻ അകത്തുണ്ടെങ്കിൽ, ആത്മഭാരം അകത്തുണ്ടെങ്കിൽ സുവിശേഷം നമ്മൾ പറയും. ഒരാളോടോ 2 പേരോടോ 3 പേരോടോ പറഞ്ഞാൽ പിറ്റത്തെ വെള്ളിയാഴ്ച വരുമ്പോൾ ദൈവസന്നിധിയിൽ സന്തോഷം വർദ്ധിക്കുകയാണ്. അത് കേൾക്കുന്നവർക്കും സന്തോഷം വർദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു ആമേൻ പറയാൻ പറ്റുമോ? അതേസമയം നമ്മുടെ ബിജു ഡേവിഡ് ഫാമിലി എഴുന്നേറ്റെന്ന് പറയുകയാണ്, കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കാഡ്ലാക്ക് കാറ് ഇവിടുത്തെ അറബി തന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഹല്ലേലൂയ പറയും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പം കേടായി, കുറച്ച് കഴിയുമ്പോൾ വിൽക്കേണ്ടി വരും, അല്ലേ? കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതൊക്കെ വിൽക്കേണ്ടി വരും. അപ്പൊ താൽക്കാലിക സന്തോഷമാണത്. ഒരു അമ്മച്ചി പറഞ്ഞ പോലെ അതൊക്കെ ടെമ്പറവരി സന്തോഷമാണ്. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ടെമ്പറവരി സന്തോഷം എന്ന് അമ്മച്ചി എന്നോട് പറഞ്ഞത്. എന്നാൽ നമുക്ക് ശാശ്വതമായ സന്തോഷം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സുവിശേഷീകരണം നടത്തുമ്പോഴാണ്. അതിൽ സന്തോഷമുണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം നമുക്ക്. അപ്പൊ ആത്മഭാരത്തോടെ സുവിശേഷം പറഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക്
വെള്ളിയാഴ്ച വരുമ്പോൾ ദൈവസന്നിധിയിൽ ആനന്ദിക്കാൻ കഴിയും. 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ വീട്ടിലൊരു കർശനമായ നിബന്ധന വെച്ചു. വളരെ നീളമുള്ള പച്ച ഒരു പ്ലാസ്റ്റിക് കുട്ടയിലാണ് ഭക്ഷണപാത്രവും അതോടൊപ്പം തന്നെ പുസ്തകം കൊണ്ടുപോകുന്നത്. ആ പാത്രത്തിൽ, ആ കുട്ടയിൽ ഒരു കെട്ട് ട്രാക്റ്റ് വെച്ച് തരും, 50 എണ്ണം. എല്ലാവരോടും കേൾക്കണേ, കുഞ്ഞുങ്ങളും കേൾക്കണേ, നിങ്ങൾക്കും കൂടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നത്. ഈ 50 ട്രാക്റ്റ് എന്ത് ചെയ്യണം? അവിടെ 8, 9, 10 ക്ലാസ്. സെന്റ് തോമസ് കോളേജ് ഹൈസ്കൂളാണ്. അവിടെയുള്ള എല്ലാ ക്ലാസ്സുകളുടെ ഡിവിഷനിലും എല്ലാ ദിവസവും, ഒരു ദിവസം എനിക്ക് 50 തന്നാൽ അതുമായിട്ട് ഒരു ഡിവിഷനിൽ ചെല്ലണം. 10 മണിക്ക് മുമ്പ് 5 മിനിറ്റ് മുമ്പ് ബെല്ലടിക്കും. ആ ബെല്ലടിക്കുന്നത് വരെ ഈ കല്യാൺ ബസ്സിൽ ചെന്ന് അവിടെ ഞാൻ ഈ ട്രാക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ദിവസം ട്രാക്റ്റ് കൊടുക്കുമ്പോഴേക്കും എൻ്റെ നെയ്യ് എത്ര കുറയുന്നറിയാമോ? എന്നെ ഓദേശി 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 എന്നാണ് വിളിക്കുന്നത്. അത് വിളിച്ചു കഴിയുമ്പോഴേക്കും ആ പിള്ളേരുടെ മുമ്പിൽ ഒരു 2 കിലോ നെയ്യ് ഡെയിലി കുറയും. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? അപ്പൊ അത് നമുക്ക് സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തല ഉയർത്താൻ കഴിയാത്ത അപമാനമാണ്. തല ഉയർത്താൻ കഴിയാത്ത അപമാനമാണ്. ഇനി ഒരു വാക്യം വായിച്ചു നോക്കിയേ. അപ്പോസ്തല പ്രവൃത്തി 5:41 ഒന്ന് വായിക്കൂ. അപ്പോസ്തല പ്രവൃത്തി 5:41. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. സൂപ്പറായിട്ട് വായിച്ച ആന്റിക്ക് എന്റെ വക നന്ദി. ഒരു വട്ടം കൂടെ ആ വാക്യം വായിക്കണം. എല്ലാവരും ബൈബിൾ നോക്കുക. ആ വാക്യത്തിൽ തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ തിരുനാമത്തിന് വേണ്ടി, ആ വാക്ക് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ. എല്ലാ ദിവസവും ഓദേശി ഓദേശി എന്നുള്ള വിളി കേട്ട് അപമാനം കേട്ട് വിഷമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വർഷം ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററുടെ യാത്രയയപ്പാണ്. അതറിയാമല്ലോ നിങ്ങൾക്ക്. ഇത് വലിയൊരു കോളേജ് ഹൈസ്കൂളാണ്. തൃശ്ശൂരിൽ ഏറ്റവും വലിയ കോളേജ് ഹൈസ്കൂളാണ്. അതിലെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഒരാളാണ്. ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് കരടി മാഷ് എന്നാണ്. കാരണം നല്ല തടിയാണ്, നല്ല കറുപ്പാണ്, ശരീരത്തിൽ നല്ല രോമമാണ്, ഹൈറ്റ് എന്നെക്കാളും കുറവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഉരുണ്ടുരുണ്ട് വരുന്നതുകൊണ്ട് കരടി മാഷയുടെ യാത്രയയപ്പാണ്, സെൻഡ് ഓഫാണ്. അതിൽ നിർബന്ധമായി കരടി മാഷൊരു നിബന്ധന പറഞ്ഞു, എല്ലാ കുട്ടികളും വീട്ടിൽ നിന്ന് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ, പേരൻസിൽ ഒരാളെ കൊണ്ടുവരണം. അങ്ങനെ ഞാനും അപ്പനും കൂടിയാണ് പോയത്. വലിയ സദസ്സാണ്. ഗവൺമെന്റിലെ ആളുകളുണ്ട്, ബിഷപ്പുമാരുണ്ട്, അച്ഛന്മാരുണ്ട്, അങ്ങനെ ഒത്തിരി വലിയ സദസ്സാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 10Bയിലെ KO തോമസ് എന്ന കുട്ടി സ്റ്റേജിലേക്ക് വരണമെന്ന് ഹെഡ് മാസ്റ്റർ എഴുന്നേറ്റുന്ന മറുപടി പറയുമ്പോൾ വിളിച്ചു. എല്ലാ പ്രസംഗത്തിനും മറുപടി പറയണല്ലോ. ഞാൻ വിറച്ചോണ്ടാ ചെന്നെങ്കിൽ എന്ത് കുറ്റം പറ്റിയെന്ന് അറിയാം. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, സെന്റ് തോമസ് AD 52 വന്നേ. ആ സെന്റ് തോമസ് നടത്തിയ പരിപാടി ഈ 3 കൊല്ലവും കഴിഞ്ഞ 3 കൊല്ലവും നടത്തിയത് ഈ കുട്ടിയാണ്. ഇവന്റെ പേരും KO തോമസ് എന്നാണ്. ഈ കുട്ടിയെ ഞാൻ ഇവിടെ വെച്ച് പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഹാർട്ടിന്റെ ഇടി ഇച്ചിരി കുറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അന്ന് എനിക്ക് അതിൻ്റെ ആഴം പിടികിട്ടിയില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദൈവസന്നിധിയിൽ വെള്ളിയാഴ്ച തോറും ഇതര ദിവസങ്ങൾ തോറും സന്തോഷിക്കുന്ന നമ്മളോട് കർത്താവ് ഒരിക്കൽ പറയും, നീ ഇത്രയും ആത്മാക്കളെ നേടിയതിനാൽ ലോകത്തിൽ ചെന്ന് നീ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, എന്നെ കുറിച്ച് അപമാനമേറ്റല്ലോ, എന്നെ പ്രതി നീ അപമാനമേറ്റില്ലേ, എന്നാൽ ജനകോടികളുടെ മുമ്പിൽ വെച്ച്, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ വെച്ച്, വിശുദ്ധിയും മഹത്വവും നിറഞ്ഞ സ്വർഗാദി സ്വർഗങ്ങളിൽ വെച്ച്, പിതാവിന്റെ മുമ്പിൽ വെച്ച്, പുത്രന്റെ മുമ്പിൽ വെച്ച്, പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ വെച്ച്, 5 യുഗങ്ങളിലെ സകല ദൈവമക്കളുടെ കണ്ടുകൊണ്ട് നിനക്ക് ഇതാ തരുന്നു ഞാനൊരു പ്രശംസ. അത് വാങ്ങാനും അതിൽ സന്തോഷിക്കാനും ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ കൈകൾ ഉയർത്തി പറയാതെ തന്നെ പലരും ഉയർത്തി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, പറയാതെ തന്നെ ഒത്തിരി പേര് ഉയർത്തി കഴിഞ്ഞു.
നമുക്ക് ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഒരു വാക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അന്ന് പ്രശംസ കൈപ്പറ്റാൻ, ആ പ്രശംസയിൽ ഏറെ ആനന്ദിക്കാൻ തക്ക ഒരു ഒരുക്കം ഈ മീറ്റിംഗിൽ ഞങ്ങൾക്ക് വേണം എന്നാഗ്രഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. ഒന്നിച്ചൊന്ന് പറയാമോ? ഓരോ വെള്ളിയാഴ്ചയും സാക്ഷ്യം പറയാനുള്ള വലിയ ഒരുക്കം. അപമാനമേൽക്കും, അപമാനം ഏറ്റുകൊണ്ടാ വരിക. സുവിശേഷം പറയുമ്പോൾ മാത്രമല്ല അപമാനം, അത് ഞാൻ താഴെ പറയാം. അപ്പൊ അപമാനമേൽക്കുമ്പോഴുള്ള ആനന്ദം, റിജോയ്സ്, ചെറുതല്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ കൈകൾ ഉയർത്തി പറയാം, ഞങ്ങൾ റിജോയ്സ് ചർച്ചിലാണ്. ഞങ്ങളുടെ ആനന്ദം നശിപ്പിക്കാൻ തക്ക നിലയിൽ ദുഷ്ടൻ ഇഷ്ടം പോലെ കൊടുങ്കാറ്റ് അയക്കുന്നുണ്ട്, വലിയ തിര അയക്കുന്നുണ്ട്, വലിയ പ്രതിസന്ധികൾ ഇടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് റിജോയ്സ് ചർച്ചിൽ വന്ന് ആനന്ദിക്കാൻ തക്ക സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ നൽകുന്ന യേശു ഇന്ന് മീറ്റിംഗിൽ വന്നിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരെല്ലാം ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാട്ട്. ഇന്ന് ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവരെല്ലാം കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിക്കാൻ പറ്റുമോ? അപമാനം ഏൽക്കുന്നതിന് കണക്കില്ല ചിലര്. ഈ മീറ്റിംഗിൽ അപമാനം ഏറ്റ് കണക്കിലധികം മുറിവേറ്റ് വന്ന വ്യക്തികളുണ്ട്. ധൈര്യമായി ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾക്കാണ് ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കാൻ വഴിയുള്ളത്, ദൈവം വഴിയൊരുക്കുന്നത് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾക്കാണ് ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കാൻ ദൈവസന്നിധിയിൽ വഴിയൊരുക്കുന്നത്. അതെനിക്ക് ദൈവം തരുന്നുണ്ട് എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈ ഉയർത്തി പിടിച്ച്. എൻ്റെ ജീവിതത്തിൽ വന്ന അപമാനങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ തിങ്ങി നിൽക്കുമ്പോൾ അവിടെ എന്നെ സന്തോഷിപ്പിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ അരികിൽ വന്നിട്ടുണ്ട്. എൻ്റെ തോളിൽ അവൻ തട്ടുന്നുണ്ട്, എൻ്റെ തലയിൽ അവൻ തൊടുന്നുണ്ട്, എനിക്ക് കെട്ടിപ്പിടിച്ചവൻ ഉമ്മെന്ന് പറയുന്നുണ്ട്. റിജോയ്സ് ഇൻ മൈ പ്രസൻസ്. അപമാനത്തെക്കാൾ, അതിൻ്റെ തിരകളെക്കാൾ, അതിൻ്റെ വലിയ കൊടുങ്കാറ്റിനേക്കാൾ അതിജീവിക്കുന്ന ആനന്ദം തരുന്ന എൻ്റെ യേശു വന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ എല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. അപ്പൊ നക്ഷത്രം കണ്ട് സന്തോഷിക്കുകയല്ല, അത് തീരുന്നതാണ്. ഞാനിവിടെ പറയാൻ വന്ന പോയിന്റ് അതാണ്. തീരുന്നതിലല്ല സന്തോഷിക്കേണ്ടത്, തീരാത്തതിൽ സന്തോഷിക്കാൻ. സന്തോഷമുള്ളവരെല്ലാം ഒന്ന് കൈയടിച്ച് ആരാധിച്ചാട്ട്. നിങ്ങൾ ഇന്ന് എഴുതി വെച്ചേക്കണേ മനസ്സിൽ, തീരുന്നതിലല്ല സന്തോഷിക്കേണ്ടത്, തീരാത്തതിലാണ് സന്തോഷിക്കേണ്ടത്. ആമേൻ. കാനാവിലെ കല്യാണം നടന്നു. നമുക്കിപ്പോ തൽക്കാലത്തേക്ക് രണ്ടുപേരും ഒരുമിച്ച് ഒക്കെ എൻ്റെ മുമ്പിൽ കാണുന്ന ഒരു കുടുംബമേ ഉള്ളൂ, അല്ല 2 കുടുംബമാണ്. അപ്പൊ കല്യാണം നടത്താൻ ഞാൻ പോവുക തൽക്കാലത്തേക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുക, അത് രാജൻ ബ്രദറിന്റെയും ബീന സിസ്റ്ററിന്റെയും കല്യാണം നടത്താൻ പോയി. ഇന്നാ കല്യാണം. അവർക്ക് വിരോധമില്ലെന്ന് മനസ്സിലായ അവരുടെ മുഖത്ത് തന്നെ 8 സൂര്യൻ ഇതാ ഉദിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കല്യാണം നടത്താൻ ഞാൻ വന്നിരിക്കുക. സണ്ണിവാസു പറഞ്ഞു, 71 ആയില്ലേ, നടത്തിക്കോ, കുഴപ്പമില്ല, ഞാൻ വഴക്കൊന്നും പറയില്ല എന്ന് പറഞ്ഞ് എനിക്ക് അവകാശം തന്നിരിക്കുക. ഇപ്പൊ കല്യാണം നടത്താൻ വന്നു, കല്യാണമൊക്കെ റെഡി. ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജൻ ബ്രദർ പറയുന്നത്, ദേ വിരുന്നുവാഴി വന്ന് പറയുന്നു തീർന്നു പോയെന്ന്. വീഞ്ഞ് ജനത്തെ സന്തോഷിപ്പിക്കുന്നതാണെന്ന് ബൈബിൾ പറയുന്നു, ലോകവും പറയുന്നു. തീരുന്ന സന്തോഷമാണ് കല്യാണ വീട്ടിൽ. ആമേൻ. തീരുന്ന സന്തോഷമാണ് കല്യാണ വീട്ടിൽ. പക്ഷേ യേശു തീരാത്തവനായതുകൊണ്ട് തീരുന്നതിനെ കൊണ്ട് തന്നെ സന്തോഷം തിരിച്ചു വരുത്തുന്നവനാണ് യേശു എന്ന് തെളിയിക്കുന്നവനാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഞങ്ങളുടെ സന്തോഷം തീർത്തു കളയാൻ, അത് പരിപൂർണമായി പറിച്ചു മാറ്റാൻ, അതിനില്ലാതാക്കാൻ പിശാച് ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ നാട്ടിലും കൂട്ടിലും സഭയിലും ഓഫീസിലൊക്കെ വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ധൈര്യമായി പറയാം, അവിടെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. തീർന്നു പോകുന്ന ഇടത്ത് തീരാത്ത സന്തോഷം തരാൻ കഴിയുന്ന ഒരുവൻ വന്നിട്ടുണ്ട് ഈ ചർച്ചിൽ എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ശക്തമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്.
ഇനി നമുക്ക് മത്തായി സുവിശേഷത്തിലേക്ക് വരാം. 5-ാം അധ്യായത്തിൽ എല്ലാവരും ഒന്ന് ഉറച്ചു നിൽക്കണേ. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. 2 കാരണങ്ങളാൽ സന്തോഷിക്കണമെന്നാ പറയുന്നത്. 1 നീതി നിമിത്തം, 2 ഉപദ്രവമേൽക്കുന്നതിനാൽ. ഞാനിത് പറഞ്ഞു വരുമ്പോൾ ആരും പിണങ്ങല്ലേ. നമ്മുടെ പ്രകാശ് ബ്രദറുടെ പ്രകാശം മൊത്തം കളയാൻ ഞാൻ ശക്തമായി അദ്ദേഹത്തെ കുറിച്ച് അപമാനം പറഞ്ഞു. അത് കയ്യിൽ കിട്ടിയപ്പോൾ ബിജു ഡേവിഡ് ഫാമിലി ഉള്ളിൽ പറഞ്ഞു, വരട്ടെ, പുള്ളി കുറച്ച് ആളായി കുറച്ച് പ്രകാശം വരുത്തുന്നു, ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. ആ കാര്യം കേട്ട രാജൻ ബ്രദർ പറയാണ്, ശരിയാ, കുറച്ച് നാളായി ആ പ്രകാശം എന്ന് പറഞ്ഞ അല്പം ഒന്ന് തുള്ളുന്നു, ആ തുള്ളലെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് സഹകരിച്ചു. ഈ വിവരം അങ്ങനെ തന്നെ ജിബി എന്ന് പ്രകാശനോട് പറഞ്ഞു, അച്ഛാ ഇവരുടെ അകത്തൊക്കെ ഇതാ ഇരിക്കുന്നേ എന്ന്. ഇത്രയും കേട്ടപ്പോൾ ഉള്ള പ്രകാശം മുഴുവൻ പോയി. ഇപ്പൊ ആ മുഖത്തേക്ക് നോക്കിയേ, നല്ല പ്രകാശമായിരുന്നു ആരംഭിക്കുമ്പോൾ, ഇപ്പൊ അതങ്ങ് പോയി കിട്ടി. ഇവിടെയൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്, കേൾവി കൊണ്ട് പ്രകാശം അറ്റുപോകാനുള്ള വലിയ പദ്ധതി പിശാച് ഒരുക്കുമ്പോൾ അവിടെ കർത്താവ് പറയുക, പ്രതിഫലത്തിലേക്ക് നോക്ക്. ഒരു സ്തോത്രം പറയാൻ എത്ര പേർക്ക് പറ്റും? പ്രതിഫലത്തിലേക്ക് നോക്ക്. അപ്പൊ സന്തോഷം ശരിക്കും വരണമെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യത്തിലേക്ക് നോക്കണം. അതിലാഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? അപ്പൊ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ ഉയരത്തിലേക്ക് നോക്കണം. ഇന്നലെ വരെ എനിക്ക് എത്ര പ്രതിഫലം കിട്ടും, ഇന്ന് ഇനി എന്തെല്ലാം പ്രതിഫലം കിട്ടാൻ പോകുന്നുണ്ട്. എബ്രായ ലേഖനം ഒന്ന് എടുത്തേ, 10-ാം അധ്യായം 32 മുതൽ താഴോട്ട് നിർത്തി വായിക്കണം. അപ്പൊ വലിയൊരു വിഷയം കയ്യിൽ കിട്ടും. എബ്രായർ 10:32 മുതൽ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. 17 വിധ പോരാട്ടങ്ങളാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. 17 വിധ പോരാട്ടങ്ങളാണ്. നിങ്ങൾക്കത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്പിരിച്വൽ വാർഫെയർ പഠിക്കുന്നവർക്കറിയാം, 17 വിധ ആത്മീക യുദ്ധങ്ങൾ, ആയോധനങ്ങൾ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് കഷ്ടങ്ങളാലുള്ള പോരാട്ടം. അതെങ്ങനെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, കൂത്തുകാഴ്ചയായി ഭവിച്ചുകൊണ്ടാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലം പറയാൻ ഞാനിപ്പോൾ ടൈം എടുക്കുന്നില്ല, നമ്മുടെ സമയം വേഗം പോകുന്നുണ്ട്. നിങ്ങളുടെ ക്ലോക്കിന്റെ സൂചിക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ അല്പം വേഗത്തിൽ പറഞ്ഞു നിർത്താം ആ ഭാഗം. താഴോട്ടൊന്ന് വായിച്ചും വേഗം എല്ലാവരും. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടേ എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിച്ച എല്ലാവരും ശ്രദ്ധിച്ചേ, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. ഒരു ഹല്ലേലൂയ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? അപ്പൊ ഏത് പുൾപിറ്റിൽ നിന്നാ സന്തോഷിക്കാൻ പറ്റുക? കൂത്തുകാഴ്ചയായി ഭവിക്കുന്ന സമയത്തും അപമാനം ഹിമാലയം പോലെ വരുന്ന സമയത്തും വേദന നല്ല രീതിയിൽ എവറസ്റ്റ് പോലെ ചുറ്റി നിൽക്കുമ്പോഴും ധൈര്യമായി പറയാം, നമുക്ക് മഹാപ്രതിഫലത്തിലേക്ക് നോക്കിക്കൊണ്ട് എനിക്ക് ആനന്ദിക്കാനുള്ള ധൈര്യം ദൈവം തരുന്നുണ്ട്. ആ ധൈര്യം ഏറ്റുവാങ്ങാൻ എത്ര പേർ തയ്യാറുണ്ട്? ഒരു ആമേൻ പറയാൻ സന്തോഷമുണ്ടോ? നമ്മുടെ സണ്ണി പാസ്റ്ററുടെ പേരിന്റെ വിശദീകരണങ്ങളൊക്കെ ബൈബിളിൽ നിന്ന് പറയാൻ എനിക്ക് ഇഷ്ടമുണ്ട്. സയോൻ എന്ന വാക്കിന്റെ ഒരു വലിയ അർത്ഥം കൂടിയാണ് സണ്ണി എന്ന വാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രകാശമയം എന്ന വലിയൊരു വാക്കാണ്.
സണ്ണിഭാഷയുടെ ജീവിതത്തിൽ ആ പ്രകാശമായ മൊത്തം കളയാൻ മായം ചേർത്ത് പ്രസംഗിക്കുന്ന ഒരു വല്ലാത്ത വ്യക്തിയാണെന്ന് ഞാൻ അങ്ങൊരു പ്രൊപ്പഗൻഡ അടിച്ചു. അതിൽ പ്രസംഗത്തിലൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ആ ഉദാഹരണം കേട്ടപ്പോൾ പ്രകാശം മുഴുവൻ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ സണ്ണിഭാഷയുടെ മിസ്സിസ് പറയുക, ഇനി എന്തിനാ നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നത്? ഇത് കേട്ടില്ലേ, ഇത്ര വലിയ അപമാനം കേട്ടിട്ട് ഇനി പ്രസംഗിക്കണോ? അപ്പോൾ പാസ് ചിന്തിച്ചു, ശരിയാണല്ലോ, സഹധർമ്മിണിയും കൂടെ ഇങ്ങനെ പറയുമ്പോൾ ഇനി നമ്മൾ എന്തിനാ പ്രസംഗിക്കുന്നത്? ഒരു വലിയ ചിന്ത പിശാച് കൊണ്ടിടാറുണ്ട്. ഞാൻ ഡെമനോളജി ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തിങ്കളാഴ്ചയും. അതിലൊരു വലിയ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടിരിക്കുക. ഡെമനോളജി പഠിക്കുന്നവർക്ക് 9 ഗ്രൂപ്പാണ് ബൈബിളിലുള്ളത്. 9 ഗ്രൂപ്പ്. ആ 9 ഗ്രൂപ്പും നമുക്ക് അനുകൂലമല്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? 9 ഗ്രൂപ്പും പഴയ നിയമത്തിനും പുതിയ നിയമത്തിലുണ്ട്. അതൊന്നും നമുക്ക് അനുകൂലമല്ല. അപ്പൊ അവർ ചെയ്യാവുന്നതിന്റെ മാക്സിമം നമ്മുടെ പ്രകാശം ഇല്ലാണ്ടാക്കും, നമ്മുടെ ചിന്തകൾ ഇല്ലാതെയാക്കും, നല്ല ആനന്ദങ്ങൾ ഇല്ലാതെയാക്കും. പക്ഷേ ആ ടൈമിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പ്രതിഫലം സ്വർഗത്തിൽ എന്റെ കർത്താവ് വെച്ചിട്ടുണ്ട്. മത്തായി 6 അനുസരിച്ച് ഞാൻ പറയുകയാണ്, സ്വർഗത്തിൽ ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലം മഹാപ്രതിഫലമാണ്. അതാണ് എന്റെ ധൈര്യം എന്ന് പറയാൻ ചങ്കൂറ്റം ഉണ്ടായാൽ പിശാച് കൊണ്ടുവരുന്ന ഒരു കാർമേഘവും റിജോയ്സിൽ നിൽക്കില്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? റിജോയ്സ് ചർച്ചിൽ നിലനിൽക്കില്ല എന്ന് ഉറപ്പുള്ളവർ ധൈര്യമായി പറയാം, ആ വലിയ ധൈര്യം എനിക്ക് ഇന്ന് രാത്രി കർത്താവ് രാവിലെ തരണം, സന്ധ്യയ്ക്ക് തരണമേ. ഒന്നിച്ച് നമ്മുടെ കരങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞ് മഹാപ്രതിഫലമുള്ള വലിയ ധൈര്യം എന്റെ അകത്ത് നൽകണം കർത്താവ് എന്ന് നോക്കിയാൽ ധൈര്യം. ഇപ്പുറത്തെ വലിയ കൊടുങ്കാറ്റ്, ഇപ്പുറത്തെ മലകൾ ഒഴുകുന്നു, ഇപ്പുറത്തെ വലിയ ജനങ്ങൾ അത് മരിക്കുന്നു, 100 കണക്കിന് ആളുകൾ ഒഴുകിപ്പോകുന്നു, വീടുകൾ ഒഴുകിപ്പോകുന്നു, ചിന്തിക്കാൻ വയ്യാത്ത വേദനകൾ. അതേസമയം ഇപ്പുറത്ത് ഉറക്കെ പറയാം, ഇതിനപ്പുറത്തൊക്കെ എനിക്ക് മഹാപ്രതിഫലമുള്ള ഒരു ധൈര്യം ദൈവം തരും, അതെന്നെ നന്നായി നിലനിർത്തുന്ന സന്തോഷമാണ് എന്ന് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തി ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. അടുത്തൊരു ഭാഗത്തേക്ക് കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. നമുക്ക് എല്ലാവർക്കും അതൊന്ന് എടുക്കാം. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 56-ാം വാക്യം. നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ, എന്റെ ദിവസം കാണും എന്നതിനാൽ സന്തോഷിക്കുന്നവർ എത്ര പേരുണ്ട്? യേശുവിന്റെ ദിവസം കാണുന്നതിനാൽ, അത് കാണും എന്നുള്ളത് ഓർത്ത് സന്തോഷിക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഇവിടെയാണ് സംഭവങ്ങളുടെ മുഖത്ത് വീട് വരെ ഒഴുക്കി ഒന്നുമില്ലാതിരുന്ന് പൊട്ടിക്കരയുന്നവരുടെ മുമ്പിൽ നമുക്ക് ചെന്ന് പറയാനുള്ളത്, പ്രൈസ് ദി ലോർഡ്, എന്റെ ദൈവം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവനാണ്. ആമേൻ. ധൈര്യമായി പറയാൻ കഴിയുമ്പോൾ ഉറക്കെ പറയാമോ? യേശുവിന്റെ ദിവസം കണ്ട് സന്തോഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ എല്ലാ ദുഃഖങ്ങളും അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? 40 പ്രയോഗങ്ങളാണ് ബൈബിളിൽ ദിവസത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അല്പം ആഴമുള്ളതാണ് ഇതൊക്കെ. 40 പ്രയോഗങ്ങളാണ്. അതിൽ ഒടുക്കത്തെ നാളെന്ന് പറയുന്നതാണ് യഹോവയുടെ ദിവസം അഥവാ കർത്താവിന്റെ ദിവസം. 2 യുഗങ്ങൾ അടങ്ങിയതാണ് യഹോവയുടെ ദിവസവും കർത്താവിന്റെ ദിവസവും. 2 യുഗങ്ങൾ അടങ്ങിയതാണ്. അതിലൊന്ന് പരീക്ഷാകാലം എന്ന മഹാകഷ്ടമുള്ള കാലം, 2 1000 ആണ്ടെന്ന സഹസ്രാബ്ദം. ഇത് രണ്ടുമുള്ള ആ ദിവസം ഞാൻ കാണും എന്നുറപ്പുള്ളവർ എത്ര പേരുണ്ട്? അതിൽ ആദ്യത്തെ ദിവസത്തെ കുറിച്ചൊരു വാക്ക് ഇന്ന് പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. ആ ഒരു വാക്ക് പറയുമ്പോഴേക്കും നമുക്ക് 12 മണിയാകും. സാരമില്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് 2 മണിയായാലും വിരോധമില്ല എന്നുള്ള മട്ടിലാണ്. ഹല്ലേലൂയ. Ectus horast au peirasmu, to be kept from the hour of temptation.
ആ വാക്കാണ് ശരി. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഇല്ല എന്നതുകൊണ്ടാണ് അതിന്റെ ഒറിജിൻ ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കൂ. പരീക്ഷാ കാലത്തിൽ നിന്ന്, പീരീഡിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കുമെന്നാണ്. എല്ലാവരും മനസ്സിലായോ? പരീക്ഷാ പീരീഡ് വരുമ്പോൾ ആ പീരീഡിൽ നിങ്ങൾ കടക്കാതെ ഞാൻ നിങ്ങളെ രക്ഷിക്കുമെന്നാണ് വെളിപ്പാട് 3:10. അത് ഞാൻ കാണും എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? 72 സംഭവങ്ങൾ കൂട്ടത്തോടെ വരുന്ന 7 വർഷമാണത്. 72 സംഭവങ്ങൾ കൂട്ടത്തോടെ വരുന്ന 7 വർഷമാണത്. ആ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഇവിടുന്ന് പോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്തി പറയാം, ഞങ്ങൾ യേശുവിനെ കാണും, ഞങ്ങൾ അവന്റെ കൂടെയായിരിക്കും. ആമേൻ. മഹാഘട്ടത്തിലൂടെ കടക്കുമെന്ന് പറയുന്നവർ ബൈബിൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ആ കാര്യം കൊണ്ടൊന്ന് അറിഞ്ഞു പോകുന്നല്ലതാ. നോർത്ത് ഇന്ത്യയിലുള്ള പാസ്റ്റർ അഭിലാഷ്, അദ്ദേഹം സൂം വഴി വന്നിരുന്നു. ആ മീറ്റിംഗ് സംഘടിപ്പിച്ചത് പാസ്റ്റർ രഞ്ജിയും അടൂരുള്ള ഒരു പാസ്റ്ററും കൂടെയാണ്. അതിൽ അദ്ദേഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അഭിലാഷ്, എന്നെ കുറിച്ച് അഭിലാഷ് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടു, സന്തോഷം. പാസ്റ്റർ കെ.ഒ. തോമസിന്റെ യുഗങ്ങളുടെ വിചാരം നടത്താൻ പോവാണ്, അദ്ദേഹത്തെ ശരിയാക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തു. ഇന്ന് വരെ നടന്നില്ല കേട്ടോ, കൊല്ലം 4 കഴിഞ്ഞു. അത് വേറെ. എന്താ ആ കാര്യം ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ വിസ്തരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിസ്തരിച്ചില്ലല്ലോ മോനെ, എന്ത് പറ്റി? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യതേ ഉള്ളൂ, നിങ്ങൾ ബൈബിളിൽ നിന്ന് കൃത്യമായി ഈ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റുമോ? കമൻട്രി ഇല്ലാതെ. ആമേൻ. നിങ്ങൾ എല്ലാ കുട്ടികളും പഠിക്കുന്ന കാര്യ. കമൻട്രി ഇല്ലാതെ വേദപുസ്തകത്തിൽ നിന്ന് തെളിയിക്കാൻ കഴിയുമോ? എന്റെ കയ്യിൽ റെക്കോർഡ് ഉണ്ട് കേട്ടോ, സൂം റെക്കോർഡ് ഉണ്ട്. ഈ പറഞ്ഞല്ല, അതിന് അദ്ദേഹത്തിന്റെ മറുപടി സാധ്യമല്ല. അവർക്ക് പണ്ഡിതന്മാരെ ആശ്രയിച്ചെങ്കിലേ പറ്റൂ. പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നവർക്ക് ഇത് വിഷയമേ അല്ല എന്നറിയുന്നവർ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഞങ്ങൾ അവനെ കാണും. പരീക്ഷാ കാലം ഇവിടെ നടക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ഞങ്ങൾ അക്കരെ പോകുമെന്ന് ഉറപ്പുള്ളവർ ധൈര്യമായി പറയാം, ഞങ്ങൾ അവനെ കാണും, അവന്റെ ദിവസം കാണും, യഹോവയുടെ ദിവസം കാണും, ഞങ്ങൾ ഒന്നിച്ച് സന്തോഷിക്കും. ഇത് പറയാൻ ഹൃദയമുള്ളവരെല്ലാം ദൈവത്തെ ആരാധിച്ചാട്ട്. അപ്പൊ അതിന്റെ കൊച്ചു തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാം, എടുത്താട്ട് എല്ലാവരും. യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 5-ാം വാക്യം മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഞാനൊരു വലിയ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സമയം അത് കടക്കുമ്പോൾ തന്നെ തീരും. പിന്നെ പ്രസംഗം എപ്പോഴെങ്കിലും ബാക്കി പറയാം. 5 മുതൽ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? Isaiah 13 verses 5 onwards. They come from faraway lands, from the ends of the heavens, the Lord and the weapons of his wrath, to destroy the whole country. Wail, for the day of the Lord is near. It will come like destruction from the Almighty. Because of this, all hands will go limp, every man's heart will melt. Terror. Amen. 13-5 എബ്രായ ഭാഷയിൽ ഏരിക്കുന്ന അനുസരിച്ച് KJV കാണുന്നത് ദേ കം ഫ്രം എ ഫാർ കൺട്രി. ആ കൺട്രി എന്ന വാക്കിനോട് ബന്ധപ്പെട്ടാണ് എബ്രായ ഭാഷയിൽ കാണുന്നത്. അതെ, ദൂരെയുള്ള രാജ്യത്തിൽ നിന്ന് വരുന്നു. അടുത്തത് ഫ്രം ദ എൻഡ് ഓഫ് ഹെവൻ, സ്വർഗങ്ങളുടെ അറ്റത്തു നിന്നാണ് വരുന്നത്. ആരൊക്കെ വരുന്നു? യഹോവ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു, കോപത്തിന്റെ ആയുധങ്ങൾ വരുന്നു. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, 5 മുതൽ 9 വരെ. യഹോവ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു, കോപത്തിന്റെ ആയുധങ്ങൾ വരുന്നു. ഈ പറയുന്ന കാര്യം ഇന്നത്തെ ചർച്ചിൽ വന്ന ചില വ്യക്തികളോട് ദൂത് പറയാനുള്ളതായതുകൊണ്ട് നിങ്ങളത് എഴുതി വെക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ആമേൻ. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കെടുക്കാം 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യവും 2-ാം വാക്യവും വായിക്കാം. വായിച്ചാട്ടെ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും നമ്പർ 1
ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഇനി രണ്ടാം വാക്യം, അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച്. രണ്ടാം വാക്യം കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കർത്താവിന്റെ നാൾ അടുത്തു എന്നാ. ഇനി ഞാൻ പറയുന്ന അടുക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, കർത്താവ് വരുന്നു. രണ്ട്, കർത്താവിന്റെ നാള് വരുന്നു. യെശയ്യാവിൽ നമ്മൾ പഠിച്ചത് യഹോവ വരുന്നു, യഹോവയുടെ ദിവസം വരുന്നു. യഹോവയുടെ ദിവസം കർത്താവിന്റെ ദിവസമാണെന്ന് യോവേൽ 2 അപ്പോസ്തലപ്രവൃത്തി 2 വായിച്ചാൽ അറിയാം. യോവേൽ 2 അപ്പോസ്തലപ്രവൃത്തി 2 വായിച്ചാൽ യഹോവയുടെ ദിവസമാണ് കർത്താവിന്റെ ദിവസം. അപ്പൊ കർത്താവിന്റെ ദിവസവും കർത്താവും ഒന്നിച്ചാണ് വരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതും. ഇനി രണ്ടിന്റെ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇപ്പോൾ നിങ്ങൾക്ക് സണ്ണി പാസ് പറഞ്ഞ പ്രസംഗത്തിലേക്ക് വരാൻ കഴിയും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാട്ട്. 2 Thessalonians 2:1. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് മതി. യേശുക്രിസ്തു ഇതാ വരുന്നു. യഹോവയുടെ ദിവസം എന്ന് പറഞ്ഞ കർത്താവിന്റെ ദിവസവും വരുന്നു. യേശുക്രിസ്തു വരുന്നത് അയേറ വരെയാണ്. 1 Thessalonians 4:15 മുതൽ 17 വരെ, ആകാശം വരെ വരുന്നത്. അവിടേക്ക് നമ്മളെ ചേർക്കുന്നു. പിന്നെ ആരംഭിക്കുന്ന യഹോവയുടെ ദിവസമാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കി ഞാൻ കരുതുന്നു. നമ്മളെ ചേർത്ത ശേഷം ഇവിടെ ആരംഭിക്കുന്നത് യഹോവയുടെ ദിവസമാണ്, കർത്താവിന്റെ ദിവസമാണ്. ഇനി ഒരു മിനിറ്റ് എല്ലാവരും ശ്രദ്ധിച്ചേ. വലിയ ഒഴുക്ക് വരുമ്പോൾ, വലിയ കുത്തൊഴുക്ക് വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ നമ്മളെ പരിപാലിക്കുന്ന ഒരുവനെയാണ് സണ്ണിപാസ് പ്രസംഗിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇത് തന്നെ എനിക്ക് പറയാനുള്ളത്. കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത് മഹാകഷ്ടം ആണ്. തിലിപ്സിസ് ടിസ് മെക്കാലീസ്, ബീഭത്സമായ കഷ്ടമാണ് വരുന്നത്. അത് ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന 72 സംഭവങ്ങളുടെ കഷ്ടമാണ്. അത് നമ്മളെ ഒഴുക്കി കളയാൻ വരുമ്പോൾ ആ ഒഴുക്കിൽ നമ്മളെ ഉൾക്കൊള്ളിക്കാതെ നമ്മളെ അയേറയിലേക്ക് ചേർത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആനന്ദമാണ് നമ്മുടെ കർത്താവ് പറയുന്നതെന്ന് അറിയുന്നവർ കൈയടിച്ചൊരു ഹല്ലേലൂയ ഉറക്കെ പറയാൻ പറ്റുമോ? നമുക്ക് നോക്കാം. വെളിപ്പാട് 3:10. ഇത് കൃത്യമായി അറിയാൻ വേണ്ടി ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. വെളിപ്പാട് 3:10. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത്. ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലം. ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലം. ആ പരീക്ഷാകാലം ശ്രദ്ധിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ആ പിരീഡിൽ കടത്താതെ പിരീഡിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നാണ്. കാലത്തിൽ, പരീക്ഷ കാലത്തിൽ രക്ഷിക്കുന്നതല്ല, ആ പിരീഡിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നാണ്. എങ്കിൽ ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ വ്യക്തമായി ദൈവാത്മാവ് ഇടപെടുന്ന ഒരു വലിയ വിഷയം, നിങ്ങളെ മുക്കിക്കളയുന്ന, സന്തോഷം മൊത്തം ഇല്ലാതാക്കുന്ന, കുടുംബത്തിന്റെ നേരെ, സഭയുടെ നേരെ ഒഴുകി വരുന്ന വലിയ ഒഴുക്ക് കാണുമ്പോൾ ഉറക്കെ പറയാമോ, എന്നെ അതിൽ ഏർപ്പെടുത്താതെ, അതിൽ എന്നെ തള്ളിക്കളയാതെ മാറ്റി നിർത്തുന്ന ഒരു സാന്നിധ്യ സന്തോഷമുണ്ട്. ഇന്ന് വൈകിട്ട് അത് ഞാൻ അനുഭവിക്കുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ഒരു വലിയ കെട്ട് ഈ രാത്രി ആ നിലയിൽ അഴിയുകയാണ്. ആ ദൂത് ദൈവം എന്നോട് ഇടപെട്ടു എന്ന് ബോധ്യമുള്ളവരോട് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കും. ആ വലിയ കെട്ട് എന്നെ ഒഴുക്കിക്കളയും, എന്നെ ജോലി സ്ഥലത്ത് നിന്ന് മാറ്റിക്കളയും, എൻ്റെ വിദ്യാഭ്യാസം ഇല്ലാതാക്കും, എൻ്റെ ശമ്പളം ഇല്ലാതാക്കും, എൻ്റെ ആരോഗ്യം ഇല്ലാതാക്കും, എൻ്റെ കുടുംബത്തിൽ തന്നെ ഇല്ലാതാക്കും. അങ്ങനെ ഒരു ഒഴുക്ക് വരുന്നുണ്ട്. ആ ഒഴുക്ക് വരുമ്പോൾ ധൈര്യമായി പറയും, അവിടെ നിന്ന് അതിൽ മുങ്ങിപ്പോകാതെ എന്നെ മാറ്റി നിർത്തുന്ന, സന്തോഷം നൽകുന്ന ദിവസം ഞാൻ കാണുമെന്ന് പറയാൻ ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എൻ്റെ കണ്ണുകൊണ്ട് ഞാനത് കാണും.
ആ സന്തോഷം ഞാൻ അനുഭവിക്കും. ഐ വിൽ റിജോയ്സ് വിത്ത് മൈ ജീസസ് ക്രൈസ്റ്റ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ധൈര്യമായി പറയാമോ, അങ്ങനെ ഒരു കെട്ട് ഈ മീറ്റിംഗിൽ അഴിയണം എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പേനയെടുത്ത് ഇനി അവന്റെ വിധി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുതി വെച്ച എല്ലാവരോടും പറയണം, വിധി എഴുത്ത് മാറ്റാൻ എന്റെ കർത്താവ് തയ്യാറാണ്. ഭൂതലത്തിൽ എങ്ങും വരുന്ന പരീക്ഷയിൽ എന്നെ ഉൾപ്പെടുത്താതെ എന്റെ കർത്താവ് അതിൽ നിന്ന് എന്നെ മാറ്റുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധിയിലും സാന്നിധ്യ സന്തോഷം തന്ന് അനുഗ്രഹിക്കുന്ന, റിജോയ്സ് ചെയ്യാൻ പറയുന്ന യേശു വന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. കേരളത്തിൽ പത്രങ്ങളിൽ മീഡിയയിൽ വന്ന വലിയൊരു വാർത്തയുണ്ട്. ഞാൻ പേര് പറയാത്തത് ഇത് റെക്കോർഡ് ആയെങ്കിൽ എന്ന് കരുതിയ, ആ പേര് പറയാതെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ വലിയ തോതിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് ബെഡ കൺവെൻഷൻ നടക്കുന്നു. ആ കൺവെൻഷനിൽ അദ്ദേഹം ബനിയൻ മാത്രം ഇട്ട്, മീൻസ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡ്രസ് ഇട്ടെങ്കിൽ മാത്രമേ അറിയുള്ളൂ, മുടി മറ്റൊരു രീതിയിൽ ചീകി നമ്മൾ ആരും അറിയാത്ത രീതിയിൽ അവിടെ വന്നിരിക്കുക, വെറും ഒരു ടീഷർട്ട് ഇട്ടിട്ട്. ആർക്കും മനസ്സിലാകില്ല പുള്ളിയെ. പ്രാർത്ഥനയുടെ സമയമായപ്പോൾ ക്രിസ്ത്യാനി അല്ലാത്ത ആ വലിയ മനുഷ്യൻ ആ മീറ്റിംഗിൽ പ്രാർത്ഥനയ്ക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുക, സ്റ്റേജിൽ വന്നിരിക്കുക. എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ചെവിയിൽ ചോദിച്ചു, ഇന്നാരാണോ സാറേ? അദ്ദേഹം എന്നോട് ചെവിയിൽ പറഞ്ഞു, ഇവിടെ ആരോട് പറയരുത്, ഞാൻ ഇന്നാര് തന്നെയാണ്. എൻ്റെ പ്രതിസന്ധി സാറ് കേട്ട് കാണും, വായിച്ചു കാണും. ഞാൻ പറഞ്ഞു, ഇന്നത്തെ ദൂതിൽ സാറിന്റെ കൈകൊണ്ട് പ്രാർത്ഥിച്ച് എന്നെ വിടണം. എനിക്കൊരു വിശ്വാസം വന്നിരിക്കുന്നു, കേരളത്തിൽ ഞാൻ മുങ്ങിപ്പോകില്ല, പൊങ്ങി വരുമെന്ന്. പുള്ളി പറഞ്ഞ വാക്ക് ഞാൻ പറയുന്നത്, കേരളത്തിൽ ഞാൻ മുങ്ങിപ്പോകില്ല, പൊങ്ങി വരുമെന്ന്. ക്രിസ്ത്യാനി അല്ലാത്ത വ്യക്തിക്ക് ഈ ദൂത് ഗ്രാഹ്യമാകുകയും ആ വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ദൈവമക്കളായ നമുക്ക് എത്ര അധികം വിശ്വസിക്കാൻ കഴിയണം. പ്രവാഹം എന്നെ മുക്കില്ല, യേശുവിന്റെ സാന്നിധ്യം എന്നെ നിർത്തും, എന്നെ സന്തോഷിപ്പിക്കുമെന്ന് ധൈര്യമായി പറയാൻ കഴിയുമെങ്കിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കൂ. ധൈര്യമായി പറയൂ, പ്രവാഹം എന്നെ മുക്കില്ല. ഭൂതലം മുഴുവൻ കഷ്ടം വരുമ്പോൾ ആ കഷ്ടത്തിൽ എന്നെ മുക്കില്ല, എന്നെ അവിടുന്ന് പൊക്കി മാറ്റുമെന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. കണ്ണ് നിറച്ച്, ഹൃദയം നിറച്ച്, വേദന കൊണ്ട് തിരികെ കയറ്റി വലിയ തളപ്പും വലിയ പുളപ്പും അകത്തുണ്ടാക്കി ഇനി അവൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ശക്തമായി നമുക്കെതിരെ വാദിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ തേർവാഴ്ച ജീവിതത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ധൈര്യമായി എഴുതി വെക്ക്, ആ വലിയ ഒഴുക്കിൽ നിന്ന്, ആ വലിയ സഹനത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തി എന്നെ ഉയർത്തുന്നൊരു ദൈവം വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ സന്തോഷിക്കാൻ പോകുകയാണ്, അവനെ കണ്ട് ഞാൻ സന്തോഷിക്കാൻ പോകുകയാണ്. ഇന്നത്തെ ഈ വിഷയത്തിൽ ധൈര്യമായി പറയാൻ പറ്റുമോ? യേശുവിനെ കാണും, യേശുവിന്റെ ദിവസം കാണും, ഞാൻ സന്തോഷിക്കും, ഞാൻ വിടുതൽ അനുഭവിക്കും. ധൈര്യമായി പറയാൻ കഴിയുമെങ്കിൽ ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാട്ടെ, ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാട്ടെ, ധൈര്യമായി പറഞ്ഞ് ആരാധിച്ചാട്ടെ. എന്റെ കർത്താവ് എനിക്കത് ചെയ്തു തരും എന്ന് ഉറപ്പുള്ളവരെല്ലാം. 4 വർഷം MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചൻ, 4-ാം വർഷമാണ്. തമിഴ്നാട്ടിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നിരിക്കുക. അവൻ പറഞ്ഞ വാചകം ഞാൻ നിങ്ങളോട് പറയണം, കുട്ടികൾ എല്ലാവരും കേൾക്കേണ്ടതാണ്. ഫാസ്റ്ററെ, ഞാൻ MBBS 4th ഇയറാണ്. എന്നെ പഠിപ്പിക്കുന്ന 2 അധ്യാപകർ
സുവിശേഷ വിരോധികളായതുകൊണ്ട് എൻ്റെ പഠനത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു. എന്നും ബൈബിളിലെ ചില കാര്യങ്ങൾ ചോദിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാണ്. മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ പഠനത്തെ ബാധിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് എല്ലാവരും കൂടി ഉണ്ടോ? ഞാൻ പറഞ്ഞു, മോനെ, നിന്നോട് ചോദിച്ച ചോദ്യം എനിക്ക് വാട്സപ്പിൽ അയക്കാൻ പറഞ്ഞു. അവനൊരു 3 ചോദ്യം അയച്ചു. ആ 3 ചോദ്യത്തിന്റെ മറുപടിയും ഞാൻ വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തു. എന്നിട്ട് താഴെ പറഞ്ഞു, ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഈ ഉത്തരം നിന്റെ അധ്യാപകനോട് പറയണം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ വിദ്യാർത്ഥികൾ? ബഹുമാനം നിലനിർത്തിക്കൊണ്ട് അധ്യാപകനോട് പറയണം. ഈ MBBS സ്റ്റുഡന്റ് ഇനി പഠിത്തം വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അയച്ചു. ഇവരെന്നെ ഇറിറ്റേറ്റ് ചെയ്യാണ്. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ബ്രെയിൻ വല്ലാതെയാക്കുകയാണ്. അതുകൊണ്ട് പഠിത്തം നിർത്തുകയാണ് ഞാൻ. പക്ഷെ ദൈവം ചെയ്ത പരിപാടി, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം ആ ചോദ്യം വീണ്ടും ചോദിച്ചപ്പോൾ കൂളായിട്ട് കൊച്ചൻ പറഞ്ഞു കൊടുത്തു, വളരെ ബഹുമാനത്തോടെ. ദേഷ്യം കൊണ്ട് ഇരിയുടെ അവിടെ എന്ന് പറഞ്ഞു. നിങ്ങൾ അറിയാൻ പറയുകയാണ്, അദ്ദേഹത്തിന്റെ മനസാക്ഷിക്കകത്ത് തമ്പുരാൻ ഒരു കുത്തു കൊടുത്തു. കുട്ടികളെല്ലാവരും അറിയുക, നിങ്ങളെ പ്രതി, നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങളുടെ അധ്യാപകരോ വിദ്യാർത്ഥികളോ ഒഫീഷ്യൽ മണ്ഡലമോ തയ്യാറായി വന്നാൽ നിങ്ങളെ അവിടെ ഉപയോഗിക്കുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന യേശു ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ആ അധ്യാപകൻ ഇന്ന് ആ കൊച്ചിയിലൂടെ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ വിമർശനമില്ലെന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ ചോദ്യം ഇവന്റെ അടുത്ത് വരുന്നത് രഹസ്യമായിട്ടാണ്. ആ രഹസ്യമായ ചോദ്യത്തിന് അവൻ പ്രാർത്ഥിച്ച് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു വിത്ത് വീഴാൻ ഇടയായിക്കൊണ്ടിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റിജോയ്സ് മിനിസ്ട്രിയിലെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നിമിത്തം നിങ്ങളെ വേദനിപ്പിക്കുന്നവരുടെ ഉള്ളിൽ ലോഗോസും റാമയും ചെല്ലുവാൻ ദൈവം ഇടയാക്കുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. അങ്ങനെ കെട്ടഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ ബന്ധനം അഴിയണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. സമയം എനിക്ക് തന്നത് കറക്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്കുകൾക്ക് അധികം ദീർഘം വരാതെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് നിർത്തട്ടെ. എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 15-ാം വാക്യം. ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. യേശു സന്തോഷിക്കുന്ന ചില രംഗങ്ങൾ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഇതുവരെ നമ്മൾ സന്തോഷിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നേരെ തിരിച്ചൊന്ന് പറയാം, ഞാൻ മൂലം എൻ്റെ യേശു ഒന്ന് സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. ശക്തമായിട്ട് ഹല്ലേലൂയ പറയാം നമുക്ക്. എനിക്കിവിടെ ഒരു 10 മണിക്കൂർ ഈ വാക്യത്തിൽ നിന്ന് പ്രസംഗിക്കാനുണ്ട്. അതിൽ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ദൃഷ്ടിയിൽ കൊണ്ടുവരാം. ലാസറിന്റെ ചരിത്രം 11-ാം അധ്യായത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ എന്റെ ദൈവം ചെയ്തത് എന്ത് എന്നതിന്റെ ഒരു ഭാഗം ഞാൻ ഓർപ്പിക്കുകയാണ്. 4 ഗ്രൂപ്പിനെ യേശുവിനെ കുറിച്ച് അറിവുണ്ട് ഈ 11-ാം അധ്യായത്തിൽ. അറിഞ്ഞിരിക്കണം. 4 ഗ്രൂപ്പിന്. ഒന്ന് ബെഥാന്യ ഗ്രൂപ്പ്, അവിടെയുള്ള നാട്ടുകാർ. 2 ശിഷ്യന്മാർ, 3 മാർത്ത, 4 മറിയ. ഈ 4 പേരും പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവർ 4 പേരും പറയുന്നത് യേശുവിന് വിടുവിക്കാൻ കഴിയുമെന്നാണ്. യേശുവിന് വിടുവിക്കാൻ കഴിയും. നമ്മളിപ്പോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുവിന് വിടുവിക്കാൻ കഴിയുമെന്നാണ്. യേശു പറഞ്ഞത് എന്താ അറിയണ്ടേ? 4 നാൾ നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ ലോകത്തിന് മറ്റൊരു വെളിപ്പാട് കൊടുക്കുകയാണ്. ഈ വചനം നിങ്ങൾ എഴുതി വെച്ചോളൂ. 4 നാൾ നാറ്റം വെപ്പിച്ചതിലൂടെ യേശുവിനെ കുറിച്ചുള്ള മറ്റൊരു വെളിപ്പാട് ലോകത്തിന് കൊടുക്കുക.
അപ്പം നാറ്റം വയ്ക്കുന്നവരുണ്ടെങ്കിൽ, നീറ്റമുള്ളവരുണ്ടെങ്കിൽ, കുറ്റങ്ങളേറ്റ് ജീവിതത്തിൽ താണു പോകുന്നവരുണ്ടെങ്കിൽ ധൈര്യമായി പറയൂ, നിങ്ങളിലൂടെ യേശുവിനെ കുറിച്ച് മറ്റൊരു വെളിപ്പാട്. എന്താ വെളിപ്പാട്? ജീസസ് ഈസ് റിസറക്ഷൻ എന്നതാണ്. ലോക ചരിത്രത്തിൽ അതുവരെ ഇല്ലാത്തൊരു വെളിപ്പാടാണ് യേശു പുനരുത്ഥാനമാണെന്നുള്ള കാര്യം. ആ വെളിപ്പാട് ലോകത്തിൽ കൊടുക്കാൻ കഴിഞ്ഞത് ഒരുത്തൻ നാറ്റം വെച്ചപ്പോഴാണ്. എങ്കിൽ നാറ്റം വയ്ക്കുന്ന, നീറ്റമുള്ള എത്ര പേര് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഉറക്കെ പറയാമോ, നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാം. നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ പ്രതി സന്തോഷിക്കുന്നു. ദൈവത്തിന് നിങ്ങളിലൂടെ ഒരു വെളിപ്പാട് പുറത്തു കൊണ്ടുവരാനുണ്ട്, യേശുവിന് നിങ്ങളിലൂടെ സന്തോഷം എടുക്കാനുണ്ട് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? എങ്കിൽ ആ വലിയ പ്രോഗ്രാം ദൈവം റിജോയ്സ് ചർച്ചിലൂടെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈ ഒന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. നാഥാ, ഞങ്ങളിലൂടെ വലിയൊരു വെളിപ്പാട് ലോകത്തിന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണെന്ന് പറയാൻ സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്ര വലിയ സത്യമാണ്! ഇന്ന് വരെ ഇല്ലാത്ത വെളിപ്പാട്, യേശുവിനെ കുറിച്ചുള്ള അറിവ് ലോകത്തിന് കൊടുക്കാൻ ദൈവം നമ്മെ ഉപയോഗിക്കുന്നുവെങ്കിൽ, രാജനയിലൂടെ, ബീനയിലൂടെ, പ്രകാശിലൂടെ, ബിജുവിലൂടെ, ഫാമിലിയിലൂടെ, റിജോയ്സ് മിനിസ്ട്രിയിലെ ഇരിക്കുന്ന വിശ്വാസികളിലൂടെ, ജിബിയിലൂടെ, അതുപോലെ ഷീബയിലൂടെ ഒക്കെ നിങ്ങൾ ചിന്തിക്കുക, ഓരോ വ്യക്തിയിലൂടെ ദൈവം ഇന്ന് വരെ കൊടുക്കാത്ത വെളിപ്പാട് എന്നിലൂടെ എൻ്റെ അയൽവാസിക്ക്, എന്നിലൂടെ എൻ്റെ നാട്ടുകാർക്ക്, എന്നിലൂടെ എന്നെ കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക്, എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ എഴുതിച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് യേശുവിന്റെ സന്തോഷം. സന്തോഷത്തോടെ കൈയടിച്ച് നമുക്ക് ഒന്നിച്ചാരാധിക്കാം. അങ്ങനെ യേശുവിനെ സന്തോഷിപ്പിക്കുവാൻ റിജോയ്സ് മിനിസ്ട്രിയിൽ വ്യക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ സ്വർഗത്തിൽ കർത്താവ് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിലൂടെ എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട്, എന്നിലൂടെ എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ്, എന്നിലൂടെ എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം, എപ്പിസ്റ്റമോളജി മറ്റുള്ളവർക്ക് പകരാൻ എൻ്റെ യേശുവിന് പദ്ധതിയുണ്ടെങ്കിൽ, യേശു അതിൽ സന്തോഷിക്കുമെങ്കിൽ ഐ ആം റെഡി എന്ന് പറയുന്നവരെല്ലാം കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട്. ചൂടാലാരാബാലകഷ് റംദൽ പ്രൗഡ് ടു ബി കൈൻഡ് ലേറ്റ് ടു നൈസ്. എന്റെ കർത്താവ് കാണുന്നില്ലേ? കർത്താവ് പ്രവർത്തിക്കുന്നില്ലേ? എന്ത് പറ്റി കർത്താവെ? 3-ാം ദിവസമായിട്ട് പ്രവർത്തിച്ചില്ലല്ലോ, 4-ാം ദിവസമായിട്ട് ഒരു അനക്കമില്ലല്ലോ, നാറ്റമല്ലേ, നീറ്റമല്ലേ എന്ന് കുറ്റം കയറി പറയുന്നവരുടെ മുമ്പിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, 4-ാം നാളിൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എന്നിലൂടെ ലോകം അറിയാൻ പോകുകയാണ്. അങ്ങനെ യേശു സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാണ്. ഒരു വലിയ വെളിപ്പാട് റിജോയ്സ് ചർച്ചിലൂടെ വിദേശത്ത് വരട്ടെ, സ്വദേശത്ത് വരട്ടെ, നിങ്ങളിലൂടെ എല്ലാം അത് പുറപ്പെട്ടു വരാൻ ആഗ്രഹിക്കുന്നവർ ആ വലിയ ചിന്തയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്. ആമേൻ, 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 ആമേൻ. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. റിജോയ്സ് ഇൻ ദ ലോർഡ്. ആ വാക്ക് പറഞ്ഞ് എന്നോട് കുത്തിടുകയാണ്. എല്ലാവർക്കും കർത്താവിൽ സന്തോഷിക്കാം. സണ്ണി പാസ്റ്റർക്ക്, ചർച്ചിന് പ്രത്യേക നന്ദി പറയുന്നു. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. പ്രൈസ് ദി ലോർഡ്.